പാഠം 497 അതിഥി സൽക്കാരത്തിന്റെ രീതികൾ. ചായ. എന്താ നിന്റെ മുഖത്തൊരു ഗൗരവം? എന്റെ വകുപ്പ് എങ്ങനെയാ? എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ. നീ എന്തിനാ രാവിലെ മുഖം വീർപ്പിച്ചിരിക്കുന്നെ? ഒരു കാര്യത്തിനൊരു കാരണം വേണമല്ലോ. ഞാനായിട്ട് ഒരു സ്ഥലത്തിന് അങ്ങോട്ട് വരുന്നില്ലല്ലോ. എന്റെ പാട്ടിന് വിട്ടേക്ക്. അങ്ങനെ പറ്റും. ഞാൻ നിന്റെ ഭർത്താവും നീ എന്റെ ഭാര്യയുമാണ്. നമ്മൾ താമസിക്കുന്നത് ഒരു വീട്ടിലുമാണ്. ഒരു വീട്ടിൽ താമസിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ രാവിലെ മുഖം വീർപ്പിച്ച് നടക്കുമ്പോ രണ്ടാമത്തെ ആൾ കാരണം തിരക്കില്ലേ? നമ്മൾ ഭാര്യയും ഭർത്താവും ആണെന്നും ഒരു വീട്ടിൽ താമസിക്കുകയാണെന്നും അങ്ങനെ താമസിക്കുന്നവർ പരസ്പരം മനസ്സിലാക്കണമെന്നുള്ള വിചാരം മോഹനേട്ടൻ ഇല്ലാത്തതാണ് പ്രശ്നം. ഞാനെന്താ നീ പറയുന്നേ? രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ ഒരക്ഷരം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ ഇപ്പൊ ഈ വഴക്ക്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭാര്യയാണെന്നും എനിക്ക് എന്റേതായ അഭിമാനമുണ്ടെന്നും മോഹനേട്ടൻ സമ്മതിച്ചു തരില്ല. അപ്പൊ പിന്നെ എനിക്കിങ്ങനെ പെരുമാറാനേ പറ്റുള്ളൂ. ഈ ലോകത്ത് കല്യാണം കഴിച്ച ആദ്യത്തെ മനുഷ്യരൊന്നുമല്ല നമ്മൾ രണ്ടുപേരും. ഒരാൾ മറ്റൊരാളെ കല്യാണം കഴിക്കുമ്പോൾ അയാളെ മാത്രമല്ല ആ ആളുടെ കുടുംബത്തെയും അംഗീകരിക്കാനും മനസ്സിലാക്കാനുമുള്ള മര്യാദ കാണിക്കണം. അങ്ങനെ ഒരു മര്യാദ കാണിക്കണമെങ്കിൽ അഭിമാനവും പരസ്പര ബഹുമാനവും വേണം. എന്റെ വീട്ടിൽ ഒരാൾ ഈ പടി കയറുന്ന മോഹനേട്ടന് ഇഷ്ടമല്ല. അവർക്ക് ഭയങ്കര മോശക്കാര്. മോഹനേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെന്തോ ഒളിച്ചൊടുക്കുന്ന കല്യാണം കഴിച്ചാൽ തോന്നുന്നു. അപ്പൊ അതാണ് പ്രശ്നം. ആ ശരി, അപ്പോ ഒരു 12 മണിയോടെ പ്രതീക്ഷിക്കാലോ. ആ ഞാനൊന്ന് ഓഫീസിൽ പോകുന്നില്ല. ചെറിയ ധൈര്യമായിട്ട് പോരെ. ശരി. ചെറിയച്ചനായിരുന്നു മോഹനേട്ടാ. എന്തോ ആവശ്യത്തിന് ചെറിയച്ചൻ ടൗണിൽ വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. എന്താണ്? നടക്കില്ല. നടക്കില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ചെറിയച്ചൻ ഇവിടെ വന്നത് ഞാൻ മറന്നിട്ടില്ല. കോഴിയിറച്ചിയും കോഴി ഉലർത്തിയതും മീൻകറിയും ഇല്ലാതെ ഞാൻ ഊണ് കഴിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എത്ര രൂപയാണ് ചെലവായത്? അത് മാത്രോ, എന്തൊരു തീറ്റയാ മനുഷ്യ തിന്നുന്നത്. അങ്ങനെ ഒരാൾക്ക് വേണ്ടി ചെലവാക്കാൻ എന്റെ കയ്യിൽ കാശില്ല. എന്ത് വൃത്തിയോടെ ഈ പറയണത്? വീട്ടിൽ വരുന്ന ബന്ധുക്കൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ കണക്ക് പറയണോ? എങ്ങനെ പറയാതിരിക്കും? ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇങ്ങനെ ധൂർത്തടിക്കാനുള്ള അല്ല. അത് മാത്രോ, മദ്യം വേണോന്ന് പറഞ്ഞ് നിന്റെ ചെറിയച്ഛൻ ഒരു കുപ്പി വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കുടിച്ച് അലുമുണ്ടാക്കിയാൽ ഓർമ്മയില്ലേ? മേലിൽ ചെറിയച്ഛനെ ഇങ്ങോട്ട് വിളിക്കില്ല എന്ന് നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അന്ന് ഞാൻ ക്ഷമിച്ചത്. എന്നിട്ടിപ്പോ വീണ്ടും കെട്ടിയെടുത്തോണ്ട് വരുന്നത്. എന്റെ മോഹനേട്ടാ, ചെറിയച്ഛൻ വെള്ളപടിയൊക്കെ നിർത്തിയേക്കുവാ. ഇനി അത് ഓർത്ത് പേടിക്കണ്ട. ഹലോ ചെറിയച്ച, ഇത് ഞാനാ മോഹനകൃഷ്ണൻ. ചെറിയച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഭാമ പറഞ്ഞു. പക്ഷെ ചെറിയൊരു പ്രശ്നം. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കോഴിക്കോട് ഒന്ന് പോണം. ആ പെട്ടെന്നൊന്നൊരു കാര്യ. ഞങ്ങള് ഇറങ്ങി. പിന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറിയച്ഛനെ കാണണം എന്നുള്ളത്. പക്ഷെ ഭാഗ്യമില്ലാതായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? ശരി. ചില അപകടങ്ങളിൽ രക്ഷപ്പെടാൻ ചിലപ്പോ ചില നുണയൊക്കെ പറയുന്നിരിക്കും. ഇനി എന്നെ തോൽപ്പിക്കാനായി ചെറിയച്ഛനെ വിളിച്ച് വീണ്ടും ഇങ്ങോട്ട് വരാനാണ് ഞാൻ പറഞ്ഞ. ആമേ, ഇനി ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല.
ഇതിനിപ്പോ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നു. ഇത്ര ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിലാണോ നീ ഇങ്ങനെ മുഖം പിടിച്ചിറക്കുന്നത്? കഷ്ടം തന്നെ. എന്ത് കഷ്ടമെന്ന്? മോഹനേട്ടൻ നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ എനിക്കത് നിസ്സാരമേ അല്ല. ചെറിയച്ഛൻ ഇവിടെ അടുത്ത് വരെ വന്നിട്ട് ഇവിടെ ഒന്നും വരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അതിന്റെ കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഭാവേ. ഇക്കാലത്തെ ചെലവുകൾ വെച്ച് ജീവിക്കണമെങ്കിൽ നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം. എന്ത് വിട്ടുവീഴ്ചെന്നാ? എന്റെ ചെറിയച്ഛൻ ഒരു ദിവസം ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഊണ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന? അതിനുള്ള കാശ് പോലും നമ്മൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നേ? മോഹനേട്ടന്റെ കാശ് എനിക്ക് വേണ്ട. ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ ഉണ്ടല്ലോ, ആർക്കൊന്നും കൊടുക്കാതെ ഇങ്ങനെ കെട്ടി പൊതി വെച്ച് ഒടുവിൽ ചത്തു പോകുമ്പോ കൂടെ ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റുമോ? വലിയ ചെലവിനെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, നിസ്സാര കാര്യമാണ്. നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്കാര് പോലും ഇതിലന്തസ്സായിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ പറയട്ടെ, മോഹനേട്ടൻ നീ ഒന്നും പറയണ്ട. മോഹനേട്ടൻ ഈ ലോകത്ത് എന്നെക്കാട്ടിലും മറ്റെന്തിനെക്കാട്ടിലും വരുന്ന കാശാണ്. ഇത്രയും കാലം ഞാൻ ഒരുപാട് സഹിച്ചു, പക്ഷേ ഇന്നത്തെ സംഭവം ഞാൻ ഈ ജന്മത്ത് മറക്കില്ല മോഹനേട്ടാ. മോഹനേട്ടൻ എന്നോട് പെരുമാറുന്ന പോലെ ഇല്ലെങ്കിൽ ഞാനും തിരിച്ചു പെരുമാറുകയുള്ളൂ. വെറുതെ ഇനി എന്റെ പുറകെ നടക്കണ്ട. ഫോൺ വിളിക്കുന്നു, പോയി എടുക്കാൻ നോക്ക്. ഹലോ മോനേഷാ, ഞാനാ ശങ്കരമാമൻ. ആഹാ, ശങ്കരമാമ, ഇതെവിടെന്നാ? എന്തുണ്ട് വിശേഷം? ഓ, ഞാനിവിടെ നിന്റെ നാട്ടിലുണ്ട്. സപ്ലൈ ഓഫീസ് ഒരു അത്യാവശ്യമായിട്ട് വന്നതാ. അതെയോ? നിന്നെ കണ്ടിട്ട് എത്ര നാളായി. രാവിലെ 11:30 സപ്ലൈ ഓഫീസിൽ ചെന്നാ മതി എന്നാ പറഞ്ഞത്. ഞാൻ രാവിലെ അങ്ങോട്ട് വരാം. അതിനെന്താ, ശങ്കരമാമന് വഴിയറിയാലോ. ഓ, അതറിയില്ലേലും ചോദിച്ചിട്ടായാലും വരാമല്ലോ. വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്കുള്ള വഴി അറിയാനാണോ പാട്? എന്നാ പിന്നെ അമ്മാവൻ നേരെ പോര്. ഞാൻ ഉച്ചവരെ ലീവ് എടുക്കാം. സത്യം പറഞ്ഞ ശങ്കരമാമനെ കാണുന്ന ആഗ്രഹിച്ചിരിക്കായിരുന്നു ഞാൻ. അപ്പൊ ശരിയടാ. ശരി. ഇന്നലെയും കൂടിയാ ശങ്കരമാമനെ ഓർത്തതേ ഉള്ളൂ. ഈശ്വര, പ്രശ്നമാവും. ഭാമ എങ്ങനെ സോപ്പിടും? സാറേ, 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 നമസ്കാരം സാർ. ആ രാമേന്ദ്രന്റെ പോക്കോരോന്റെ കാര്യം എന്തായിന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഈ ആഴ്ച എന്റെ സാറ് ശരിയാക്കി തരാന്ന് പറഞ്ഞിരുന്നേ. രാമചന്ദ്രന്റെ പോക്കുമരവല്ല ഇപ്പോഴത്തെ പ്രശ്നം. വേറൊരു വലിയ കുഴപ്പമുണ്ട്. എന്താണ് സാറേ? എന്റെ ഉത്തമ. എന്താണ് സാർ? ഇവിടെ നിൽക്കണ്ട, നമുക്ക് പുറത്ത്. എന്താണ്? വരാൻ പറഞ്ഞാ വരണം. എന്താണ് സാറേ? എന്താണ് പ്രശ്നം? ഞാനൊരു വലിയ അബദ്ധത്തിൽ ചാടിയിരിക്കുക ഉത്തമ. രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. എന്താണ് സാർ അത്രയും വലിയ പ്രശ്നമാണോ? ഇന്നലെ ഭാമയുടെ ചെറിയച്ഛൻ ടൗണിൽ വന്നിരുന്നു. വന്ന പാടെ ഇങ്ങോട്ട് ഫോൺ ചെയ്തു. ഉച്ച ഊണിന് ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞു. ഭാമയുടെ ചെറിയച്ഛൻ ഉത്തമൻ അറിയാലോ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. ഞാനും ഭാമയും കൂടി ഒരാഴ്ച കഴിക്കുന്നത് ഒറ്റ ഇരിപ്പിനിരുന്ന് തിന്ന് കളയിച്ചു. അത് മാത്രമല്ല, ഊണ് കഴിക്കുന്നതിന് മുമ്പ് മദ്യപിക്കുന്ന ശീലവുമുണ്ട്. അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു, ചെറിയച്ഛൻ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള വഴി നോക്കണമെന്ന് ഭാമയോട് പറഞ്ഞു. അവള് പറഞ്ഞു അത് പറ്റില്ല, ഇത്ര അടുത്തുവരെ വന്നിട്ട് ചെറിയച്ഛൻ ഇവിടെ വരാതെ പോകുന്നത് ശരിയല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് ക്ഷണിച്ചേ പറ്റൂ എന്ന്. സമ്മതിച്ചില്ലേ? ചെറിയച്ഛനെ വിളിച്ച് ഞങ്ങൾ കോഴിക്കോടിന് പോകാണെന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. അതിന്റെ പേരിൽ വക്കീല് പിണങ്ങി കാണും അല്ലേ? അത് സാരമൊന്നുമില്ല സാറേ. വക്കീലിന് സാറിന്റെ സ്വഭാവം അറിയാലോ. ആ പിണക്കം പെട്ടെന്ന് മാറിക്കൊള്ളൂന്നേ. പിണക്കം മാറിക്കോളും, പക്ഷേ അന്നേരമാണ് പുതിയൊരു പ്രശ്നം. എന്ത് പ്രശ്നം? എന്റെ ശങ്കരൻ അമ്മാവൻ ഇപ്പൊ വിളിച്ചു. അമ്മാവൻ ഇന്നെന്തോ ആവശ്യത്തിനൂടെ വരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കൂ എന്ന് പറഞ്ഞതുപോലെയായി കാര്യം. ശങ്കരൻ അമ്മാവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഭാമ പ്രതികാരം ചെയ്യുന്ന ഉറപ്പാ. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അവളങ്ങ് മറന്നേനെ. ഇതിപ്പോ അവളുടെ ചെറിയച്ഛൻ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ശങ്കരമ്മാവയുടെ കയറുന്നത് ഞാൻ അറിഞ്ഞു. പിന്നെ വക്കീല് സംഭവം അറിഞ്ഞ? അവളോട് പറയാൻ പറ്റില്ല. പറഞ്ഞാ ഇന്നലത്തെ വാശി മുഴുവൻ തീർക്കും. പറയാതിരിക്കാനും പറ്റൂല സാറേ.
അമ്മ വരുമ്പോഴും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ വക്കീൽ വിചാരിക്കണല്ലോ. അതാണ് പ്രശ്നം. ഭാമയെ സോപ്പിട്ട് പിണക്കം മാറ്റാൻ ഒരു വഴി പറയാ. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ സാറേ. നേരെ വക്കീലിന്റെ അടുത്ത് എന്നിട്ട് കാലിലങ്ങ് വീഴുക. എന്തോ നന്ദം വിടുന്നത്? ഇന്നലെ ചെയ്ത് തെറ്റായിപ്പോയി ഭാമേ, ഇനി ആവർത്തിക്കില്ല എന്ന് സാറ് പറയുകയല്ലാതെ വേറെ ഒരു വഴിയില്ല. വരുന്നത് സാറിന്റെ അമ്മാവനായതുകൊണ്ട് പോകുന്നത് സാറിന്റെ മാനമായിരിക്കും. ക്ഷമ പറയാന്നൊക്കെ പറഞ്ഞാല് സാറ് സ്വന്തം ഭാര്യയുടെ അടുത്തല്ലേ, അതിലൊരു നാണക്കേടുമില്ല. അത് മാത്രമല്ല, ഭർത്താവ് തന്നോട് ക്ഷമ പറഞ്ഞു എന്നറിഞ്ഞാൽ ഭാര്യയുടെ ദേഷ്യമൊക്കെ പമ്പ അടക്കും. ഈ പെണ്ണുങ്ങളുടെ ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, ഈ കല്യാണം പോലും കഴിക്കാത്ത ഉത്തമൻ എന്നെ പെണ്ണുങ്ങളുടെ സൈക്കോളജി പഠിപ്പിക്കണ്ട. അല്ലാതെ വേറെ വല്ല വഴിയുണ്ടോ? വേറെ ഒരു വഴിയില്ല. വക്കീലിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിലേ സാറിന്റെ അമ്മ അവന് പച്ച വെള്ളം കൊടുക്കൂലായിരുന്നു. പക്ഷെ ആള് വക്കീലായതുകൊണ്ട് ആ വഴി ആയിരിക്കില്ല വക്കീൽ നോക്കുന്നത്. അമ്മാവന് കൊടുക്കുന്ന ചായയിൽ വിമ്മ കലക്കി കൊടുക്കും. സാറേ, ക്ഷമ പറഞ്ഞ് പ്രശ്നം തീർക്കുന്നതാണ് നല്ലത്. പ്രശ്നം തീർന്നു എന്ന് ഉറപ്പായാലേ അമ്മാവൻ വരുന്നു എന്നുള്ള കാര്യം സാറ് വക്കീലിന്റെ അടുത്ത് പറയാവൂ. അമ്മാവൻ വരുന്നു എന്ന് അറിഞ്ഞാ വക്കീൽ കോംപ്രമൈസിന് വരൂല. പറഞ്ഞു നോക്കാം. വേറെ വഴിയൊന്നും ഇല്ലല്ലോ, ചെല്ല്. അപ്പൊ ഞാൻ അല്ല, ഞാനിവിടെ എന്നിട്ട് എന്തോന്ന് കാര്യം? നിക്കാൻ പറഞ്ഞാ നിക്കണം. രാമേന്ദ്രന്റെ ഭൂമി പോക്കുവരേണ്ടേ? എന്തായാലും എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു. മോനോട് സാറിന് ഇങ്ങനെ തന്നെ വേണം. ഞാൻ ഇത്രയും നേരം ആലോചിക്കായിരുന്നു. ഇന്നലെ നിന്നോട് പറഞ്ഞൊന്നും ശരിയായില്ല എന്ന്. സത്യത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് ചെറിയച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എതിർക്കാൻ പാടില്ലായിരുന്നു. മോഹനേട്ടൻ ആളുകളേക്ക് ഇറങ്ങിയിരിക്കുക അല്ല ഭാമ, അല്ലെങ്കിൽ തന്നെ വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ലല്ലോ, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടിയല്ലേ. ഭാര്യ ഭർത്താവിന്റെ കുടുംബത്തിലുള്ളവരെയും ഭർത്താവ് ഭാര്യയുടെ കുടുംബത്തിലുള്ളവരെയും ബഹുമാനിക്കുമ്പോഴാണല്ലോ അത് മനോഹരമായൊരു കുടുംബ ബന്ധമാവുന്നത്. മോഹനേട്ടന്റെ കുടുംബത്തിലുള്ളവരെ ഞാൻ എന്ന് ബഹുമാനിച്ചിട്ടുണ്ട്. മോഹനേട്ടൻ അമ്മ എത്ര ദിവസം ഇവിടെ നിന്നതാണ്? ഞാൻ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയോ? മോഹനേട്ടൻ അമ്മാവന്റെ മോള് വന്നു, ഞാൻ എന്തെങ്കിലും ഒരു എതിർപ്പ് പറഞ്ഞോ? മോഹനേട്ടനായിട്ട് മോഹനേട്ടന്റെ ബന്ധുക്കളെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കാതിരുന്നപ്പോൾ പോലും ഞാൻ എന്റെ മര്യാദ കാണിച്ചിട്ടുണ്ട്. പക്ഷേ തിരിച്ച് മോഹനേട്ടൻ എന്താണ് ചെയ്തത്? ഇന്നലെ ചെറിയച്ഛൻ ഇവിടെ അടുത്ത് വരെ വന്നതാ, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. എങ്ങനെ പറ്റും? നമ്മളിന്ന് സ്ഥലത്തില്ല എന്ന് മോഹനേട്ടൻ ചെറിയച്ഛനെ വിളിച്ചു പറഞ്ഞു. മര്യാദയുടെ അംശമെങ്കിലുള്ള ആരെങ്കിലും ചെയ്തൊരു പണിയാണോ ഇത്? ഞാൻ പറഞ്ഞല്ലോ പാമ, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. ഇതുകൊണ്ട് ആ പ്രശ്നം തീരില്ല മോഹനേട്ടാ. എനിക്കിതിൽ അത്രയ്ക്കും വിഷമമുണ്ടായി. എന്തായാലും ഇന്നലെ കൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി മോഹനേട്ടനെ കാണാനും ആരെങ്കിലും ഇവിടെ വരുമല്ലോ, അപ്പോഴറിയാം ഞാൻ എങ്ങനെയാ പെരുമാറുന്നതെന്ന്. മോഹനേട്ടന് വീട്ടിൽ നിന്ന് ഒരാൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് ഒരു ചായ പോലും കൊടുക്കില്ല. അത് മാത്രമല്ല, ഒന്നും മിണ്ടാനോ വിശേഷം ചോദിക്കാനോ പോലും എന്നെ പ്രതീക്ഷിക്കണ്ട. ഒടുവിൽ വന്ന് കയറിയ ആള് ചോദിക്കണം എന്താണ് സത്യഭാമ ഇങ്ങനെ പെരുമാറുന്നതെന്ന്. അപ്പൊ ഞാൻ പറയും മോഹനേട്ടൻ എന്നോട് പെരുമാറുന്നത് ഇങ്ങനെയാണെന്ന്. ഇങ്ങോട്ട് പെരുമാറുന്ന പോലെ തിരിച്ചു പെരുമാറാനും എനിക്ക് അറിയൂ എന്ന്. അതോടെ വന്നു കയറുന്നവരുടെ മുന്നിൽ മോഹനേട്ടന്റെ മാനം പോവും. അങ്ങനെ മാനം പോയാലേ മോഹനേട്ടൻ പഠിക്കൂ. എനിക്കൊന്നും കേക്കണ്ട. എന്തായി? രക്ഷയിലെത്തുമാ, അവളൊരു തരത്തിലെടുക്കുക. സാറ് ക്ഷമ പറഞ്ഞു, പക്ഷെ അതും കൂടെ പ്രശ്നം തരില്ല. എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാ എന്നെ നാണം കെടുത്തു പറഞ്ഞു. അയ്യോ, വക്കീല് പറഞ്ഞതാ. ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ സാറേ. എന്ത് വഴി? സാറ് വക്കീലിന്റെ ചെറിയച്ഛനെ പറ്റിച്ച വഴി. സാർ കോഴിക്കോടിനോ കൊയിലാണ്ടിക്കോ പോകുന്നെന്ന് അമ്മാവനെ വിളിച്ച് പറ. ഇനി അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഉച്ചവരോടെ കാണുമെന്നും ലീവ് എടുക്കാമെന്നും അമ്മാവനോട് പറഞ്ഞുപോയി.
അയ്യോ അപ്പ സാറ് കുടുങ്ങി. ഇനിയിപ്പോ എന്തോന്ന് വഴി? അല്ലേ അങ്ങോട്ട് പോയിക്കോ. തൽക്കാലം രക്ഷപ്പെടാൻ ഒരു വഴി ഞാൻ പറയാം. അമ്മാവൻ വരുമ്പോ കഴിക്കാനുള്ളതൊക്കെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഞാൻ പോയത് വാങ്ങിച്ചോണ്ട് വരുമ്പോ സാർ ഒന്നും കൂടെ വക്കീലിനൊന്ന് സ്വാപ്പിട്. കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് വാങ്ങാന്ന് വെച്ചാൽ ചെലവാണ്. മാനത്തെക്കാൾ വലുതാണ് പൈസ. എന്തായാലും വക്കീലൊന്നും ഉണ്ടാക്കൂല. അമ്മാവൻ വന്ന് കയറുമ്പോ കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോ അമ്മാവ സാറിനെ പറ്റി എന്തായിരിക്കും പറയാ? സാറ് പിന്നെ തിരിച്ച് നാട്ടിലോട്ട് പോയിരിക്കുന്നത് നല്ലത്. പിന്നെ സാറേ, കഴിക്കാൻ വാങ്ങുന്നതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. അത് വക്കീല് തന്നെ വിളമ്പി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മാവന് കാര്യം മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സാധനം വാങ്ങിച്ചോണ്ട് വരുമ്പോഴേക്കും സാറ് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് വക്കീലിന്റെ മനസ്സൊന്ന് മാറ്റണം. സാറേ, ഒരത്യാവശ്യമല്ലേ, കൈവിട്ട എന്തെങ്കിലും വാഗ്ദാനം കൊടുക്കാം. അപ്പോ പോയിട്ടോ, ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. ഓ ശരി ശരി ശരി. ഭാമേ, സത്യം പറയാലോ, ആലോചിക്കും തോറും എന്റെ കുറ്റബോധം കൂടി കൂടി വരിക. ഇന്നലെ ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. മോഹനേട്ടൻ ചെയ്ത തെറ്റുകൾ ഓർത്ത് അങ്ങനെ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ ഈ ജന്മത്താ കുറ്റബോധം തീരില്ല. എന്നാലും പറ്റിപ്പോയി. നീ ഇത്തവണത്തേക്ക് ക്ഷമിക്കുക. ഇത്തവണ ക്ഷമിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ വിഷയം പറഞ്ഞ് വെറുതെ മോഹനേട്ടൻ എന്റെ പിന്നാലെ നടക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ? ഈ തെറ്റുപറ്റി സമ്മതിക്കുന്ന ആളെ പിന്നെ ഒഴിവാക്കുന്നത് ശരിയല്ലോ. ഒരാളെ കൊന്നിട്ട് അയ്യോ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം തീരുവോ? അതുപോലെ തന്നെയാണ് മറ്റു കാര്യങ്ങളും. തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിക്കുന്നതുകൊണ്ട് പ്രശ്നം തീർന്നിരുന്നുവെങ്കിൽ വേറെ എന്തൊക്കെ അങ്ങനെ ചെയ്യായിരുന്നു? പിന്നെ ഞാൻ എന്താ ചെയ്യാ? എന്തായാലും ഈ പ്രശ്നം ഇനിയും വലിച്ചിടാൻ പറ്റില്ല. അത് മോശമാവും. എന്ത് പ്രശ്നം? അല്ല, നീ പിണങ്ങിയിരിക്കുന്ന എനിക്ക് ഭയങ്കര വിഷമാവും. അതുകൊണ്ടല്ലേ ഈ പിണക്കം വരെ ഞാനിപ്പോ എന്താ വേണ്ടത് അത് പറയൂ. ഒരു തെറ്റുപറ്റിയ പ്രായശ്ചിത്തം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായില്ലേ? ഇന്നലെ ചെറിയച്ഛൻ ഇവിടെ വരെ വന്നിട്ട് ഈ വീട്ടിലേക്ക് വിളിച്ചില്ല. മോഹനേട്ടൻ അങ്ങോട്ട് ഫോൺ ചെയ്ത് ചെറിയച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയണം. പക്ഷെ ചെറിയച്ഛൻ തിരിച്ച് നാട്ടിൽ പോയില്ലേ? അതിനെന്താണ്? ഇനി ഒരു ദിവസം വരുമ്പോ ചെറിയച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയണം. അതും മോഹനേട്ടൻ തന്നെ അങ്ങോട്ട് വിളിച്ചു പറയണം. ഇത്രയാണോ? അത് ഞാൻ ഏറ്റു. നിന്റെ ചെറിയച്ഛൻ എപ്പോ സമയം കിട്ടുന്നോ അപ്പൊ ഇങ്ങോട്ട് വന്നോട്ടെ. നമുക്ക് നിന്റെ ചെറിയച്ഛന് ഇഷ്ടമുള്ള കോഴിക്കറിയും പോത്തുലർത്തിയതും നല്ല മീൻകറിയൊക്കെ വെച്ചു കൊടുക്കാം പോരെ? ചെറിയച്ഛൻ വരുമ്പോ പിശുക്കിന്റെ കെട്ട് അഴിക്കരുത്. ഞാൻ അങ്ങനെ ചെയ്യോ? മോഹനേട്ടൻ വാക്ക് പറഞ്ഞ വാക്കാ. കണ്ണൊക്കെ മാറിയോ? കുറേശ്ശെ മാറി വരുന്നു. അത് ശരിക്കും മാറട്ടെ. നീ ഇങ്ങനെ പണങ്ങിന്ന ഇന്നത്തെ എന്റെ പരിപാടി മൊത്തം പൊളിഞ്ഞു പോകും. എന്ത് പരിപാടിയാ? അല്ല, നീ പിണയിരിക്കുമ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ലല്ലോ. അത് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. പിണക്കം മാറി മുഴുവനും. അല്ലെങ്കിലും എന്റെ വില്യാഭ്യാസോട് ഒത്തിരി നേരം പിണങ്ങിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? മാത്രമല്ല ചെറിയച്ഛനെ ഇങ്ങോട്ട് വിളിച്ചോളാൻ മോഹനോട് പറയുകയും ചെയ്തല്ലോ. പിന്നെന്താ പ്രശ്നം? ഹലോ. ആ മോനേഷ, ഞാനാ. ആ ശങ്കരമാവ, പെട്ടെന്ന് വാ. ഞാനും ഭാമയും കൂടി അമ്മാവനുള്ള ഭക്ഷണം ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കായിരുന്നു. അതല്ലടാ, ഒരു പ്രശ്നമുണ്ട്. ആ സപ്ലൈ ഓഫീസറെ വിളിച്ച് 9:30 ചെല്ലാൻ പറഞ്ഞു. ആഫീസിൽ കയറിയാലും ജോലി തീരണമെങ്കിൽ ഉച്ചയാവും. ഉച്ചയ്ക്ക് 1:30 വണ്ടിക്ക് എനിക്ക് തിരിച്ചു പോണം. അയ്യോ, അപ്പൊ കൃഷ്ണൻകുട്ടി അല്ല അമ്മാവ? അടുത്ത തവണ വരുമ്പോ ഞാൻ അതുവഴി വരാം. അതേ നടക്കൂ. അപ്പൊ ശരി മോനേഷ. വലിയ ചതിയായി പോയല്ലോ. വെറുതെ ഭാമയുടെ മാപ്പം പറഞ്ഞു. ആരാ മോനേട്ടാ? ആരാണോ എന്തോ മോനോട് സംസാരിക്കുന്ന കേട്ടല്ലോ. നമ്പർ മാറി വിളിച്ചതാ. സാറേ, അയ്യോ തോന്നുന്നു വരണ്ടായിരുന്നു. വരണ്ടേ? സാറേ, ആരാണ് എന്തോ കണിയുണ്ടത്? സാറിന് ഇതെന്ത് പറ്റി? ഞാൻ വൈകില്ലല്ലോ സാറേ.
എല്ലാം റെഡി ആയിട്ട് ഇതായിരിപ്പുണ്ട്. ആ പിന്നെ വക്കീലിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? അതവിടെ നിൽക്കട്ടെ. ഇതെന്തൊക്കെയായി വാങ്ങിച്ച് കൂട്ടിയിരിക്കുന്നത്? അതെന്ത് ചോദ്യമാണ് സാറേ? ഉത്തമൻ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ചെയ്യൂലെന്ന് സാറിന് സംശയമുണ്ടോ? കൃഷ്ണൻകുട്ടിയുടെ കടയിൽ ചെന്നപ്പോ അവിടെ നല്ല ഒന്നാം തരം ചൂടപ്പം ചുട്ടു വെച്ചേക്കുന്നു. അമ്മാവനായതുകൊണ്ട് 3 അപ്പം വാങ്ങി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് 3 എണ്ണം മാത്രം വാങ്ങി അബദ്ധമാവോ എന്ന്. എന്തിന്? കഴിക്കാൻ ഇരിക്കുമ്പോഴേ മോനേഷാ നീയും കൂടെ ഇരിയടേ എന്ന് അമ്മാവൻ പറഞ്ഞ എന്ത് ചെയ്യും? ആകെ 3 അപ്പമല്ലേ ഉള്ളൂ അമ്മാവ എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഒരു 10 അപ്പം വാങ്ങി. പിന്നെ കറി എന്ത് വേണോന്ന് ആലോചിച്ചോണ്ടിരുന്നപ്പോ ചിക്കൻ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഒരു ചിക്കൻ കറി വാങ്ങിച്ച തികയില്ലല്ലോ. മാത്രമല്ല പാത്രത്തിൽ വിളമ്പിക്കൊണ്ട് വയ്ക്കുമ്പോ നിറയെ ഉള്ളതുപോലെ തോന്നണമല്ലോ. 5 പ്ലേറ്റ് കോഴിക്കറി വാങ്ങി. പിന്നെ സാറേ ഇത്രയും സാധനം വാങ്ങി പോരാ ഇറങ്ങിയപ്പോ കൃഷ്ണൻകുട്ടി ഒരു ഡയലോഗ്, ഉത്തമ നല്ല പോത്ത് വളർത്തിയതുകൊണ്ട് കൊണ്ടുപോണേ എന്ന്. വരുന്നത് സാറിന്റെ അമ്മാവനാണെന്ന് ഓർത്തപ്പോ പിന്നെ ഒന്നും വിചാരിച്ചില്ല. ഒരു 4 പ്ലേറ്റ് പോത്തും അങ്ങ് വാങ്ങിച്ചു. വരുന്ന വഴി ശേഖരന്റെ കടയെന്ന് ഒരു 2 കിലോ പഴം അങ്ങ് വാങ്ങിച്ചു. വയറ് നിറച്ച് കഴിച്ചു കഴിയുമ്പോ അമ്മാവൻ എടേ മോനേഷാ ഒരു പഴം ഞെറേ എന്ന് ചോദിക്കുമ്പോ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അതൊരു മോശമല്ലേ സാറേ? ഇതെല്ലാം കൂടെ എത്ര രൂപയായി? 580 രൂപ. ആ പിന്നെ കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് ആയതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ വിലക്ക് ഇത്രയും സാധനം കിട്ടിയത് തന്നെ. ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? തിരിച്ചു കൊടുക്കാനേ? സാറെന്താ നീ പറയുന്നേ? അമ്മ വരുന്നില്ല. വരുന്നില്ലേ? രാവിലെ 10 മണിക്ക് തന്നെ സപ്ലൈ ഓഫീസ് ചെല്ലണം. ഉച്ചയാകുമ്പോഴേ ജോലി തീരും. 1.5 മണിക്കുള്ള വണ്ടിക്ക് തിരിച്ചു പോകാൻ വേണമെന്ന്. അല്ല ഇതിപ്പോ തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ സാറേ? പിന്നെ ഇതിപ്പോ എന്താ ചെയ്യുക? 550 രൂപയും പോയി പാമെടുത്ത് മാപ്പം പറയേണ്ടി വന്നു. ഒരു പ്രയോജനമില്ലാത്ത ഏർപ്പാടായി പോയല്ലോ ഇത്. നമുക്ക് ഭാഗ്യമുണ്ട്. ചെറിയ ഇന്നലെ പോയില്ല. വന്ന കാര്യം നടന്നില്ല എന്ന് വൈകിട്ട് ഇങ്ങോട്ട് വരാൻ ആലോചിച്ചതാ. പക്ഷെ നമ്മള് കോഴിക്കോട് പോയെന്ന് മോഹനേട്ട പറഞ്ഞത് കാരണം വന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോ മോഹനേട്ടൻ പറഞ്ഞതുപോലെ ചെറിയച്ചൻ ഇങ്ങോട്ട് ക്ഷണിക്കാനാണ് ഞാൻ വിളിച്ചത്. ചെറിയച്ചൻ പറഞ്ഞു 10 മണിയാകുമ്പോഴേക്ക് എത്താന്ന്. ഇനിയിപ്പോ 1 മണിക്കൂറേ ഉള്ളൂ. ചെറിയച്ചൻ വരുന്നതിന് മുന്നേ എന്നാ ഉണ്ടാക്കാം മോഹനേട്ടാ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ട വക്കീലേ. ആവശ്യമുള്ള സാധനങ്ങൾ ഇതാ ഇതിലുണ്ട്. അപ്പൊ ഞാൻ വരട്ടെ. എന്തായാലും സാധനം വാങ്ങിച്ചത് വെറുതെ ആയില്ല, ഉപകാരപ്പെട്ടു. നിന്റെ ചെറിയച്ഛന് ഇഷ്ടമുള്ള അപ്പവും കോഴിയിറച്ചിയും പോത്ത് വളർത്തിയതും കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നിന്ന് ഉത്തമനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചതാ. ചെറിയച്ചൻ വരുന്നത് മോഹനേട്ടൻ എങ്ങനെ അറിഞ്ഞു? എനിക്ക് തോന്നി ചെറിയച്ഛൻ പോയി കാണൂലെന്ന്. ഇന്ന് 10 മണിയാകുമ്പോ ചെറിയച്ഛൻ വന്നാലെന്നോർത്ത് ഉത്തമനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചതാ. എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ വലിയ ഓഫീസറെ, എന്താ സംഭവം? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പിന്നെ പറഞ്ഞുതരാ. എന്തായാലും നിന്റെ ആഗ്രഹം നടന്നല്ലോ. പിടി പറഞ്ഞു തരാം. ഞാൻ എന്തെങ്കിലും നിന്നോട് പറയാതിരിക്കോ? എന്തായാലും നിന്റെ ചെറിയച്ഛൻ ഭാഗ്യം ചെയ്ത ആളാ. 550 രൂപ. ഇക്കാലത്ത് 580 രൂപ വലിയൊരു തുകയല്ല. പക്ഷേ മണ്ണും ചാരി നിന്ന ചെറിയച്ഛൻ അപ്പവും ചിക്കനും കൊണ്ടുപോയതാണ് വില്ലേജ് ഓഫീസർക്ക് സങ്കടമാവുന്നത്. സാരമില്ല, കുടുംബമാവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഇന്നത്തേക്ക് ഒഴിയാം. കാര്യം നിസ്സാരം തുടരുന്നു.